ഒരുപാട് കാലത്തിന് ശേഷം കുറച്ച് ഹ്യൂമർ ടച്ചൊക്കെ ഉള്ള ഒരു വേഷം, അതും വളരെ സട്ടിലായിട്ട് അണ്ടർപ്ലേ ഹ്യൂമർ. അത് അങ്ങനത്തെ ഒരു വേഷം വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കാത്തിരിപ്പൊന്നല്ല, നമുക്ക് കിട്ടുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം സാഗർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. സാഗറിന്റെ എല്ലാ സിനിമകളിലും തന്നെ പങ്കെടുപ്പിക്കാൻ സാഗർ ശ്രമിക്കാറുണ്ട്, ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സാഗർ വിളിച്ചപ്പോൾ ഞാൻ ഇതുവരെ ചേട്ടനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു വേഷം തരേണ്ട എന്നൊരു ആഗ്രഹം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ വളരെ കുറച്ച് വ്യത്യാസമുള്ളൊരു വേഷം ചെയ്യാൻ എനിക്ക് സാധിച്ചു. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ എനിക്ക് 100% എൻജോയ് ചെയ്തു. ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെ മുരളിച്ചേട്ടൻ്റെ സീക്വൻസിൽ ഇന്ദ്രൻ ചേട്ടൻ എൻജോയ് ചെയ്തോ അതുപോലെ തന്നെ ഞാൻ ഇന്ദ്രൻ ചേട്ടൻ്റെ സീക്വൻസുകൾ ഭയങ്കര എൻജോയ് ചെയ്തതാണ്. കാരണം നമ്മൾ സീനിയർ ആക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എല്ലാം ഒരു ലേണിംഗ് തന്നെയാണ്. മുരളിച്ചേട്ടൻ്റെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ സിനിമയിൽ പറ്റിയിട്ടില്ല. അടുത്തതിലൂടെ സാധിക്കും, കോമ്പിനേഷൻസ് ഉണ്ടായില്ല. അടുത്തതിലൂടെ സാധിക്കുന്നു വിചാരിക്കുന്നു. സാഗർ 2 ക്രൈം ജോണറിൽ വരുന്ന സിനിമകൾക്ക് ശേഷം വരുന്ന സിനിമയാണ് കനകരാജ്. അപ്പോൾ ഇവിടെയും ക്രൈം വളരെ ചെറുതായിട്ടേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി മനുഷ്യത്വമാണ് പറയാൻ ശ്രമിക്കുന്നത്. ഈ വട്ടം അങ്ങനെ ആവണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും അങ്ങനെ ലൈറ്റ് സബ്ജക്റ്റ് ചെയ്യണമെന്ന് പോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ പണിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ശരത്തേട്ടൻ വന്ന് പടം ഏറ്റെടുത്തപ്പോഴാണ് ഇത് ഓണായത്. പിന്നെ ഫസ്റ്റ് കഥ കേൾക്കുന്ന എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയത്, എൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. കഥ പറഞ്ഞു. അത് കഴിഞ്ഞ് മുതിച്ചേട്ടനോട് പറയാൻ എനിക്കൊന്നു ഷൂട്ടിന് 1 മാസം മുമ്പാണ് മുതിച്ചേട്ടനോട് പറയുന്നത്. പിന്നെ മുതിച്ചേട്ടനും പടത്തിലേക്ക് വന്നു. ഇത് സംഭവിച്ചു. വെള്ളിയാഴ്ച രീതിയിൽ തിയേറ്ററിൽ കാണട്ടെ. ഇങ്ങനെ ഉണ്ടായിരുന്നു. 3ാമത്തെ തവണയും സാഗറിനോട് കൂടെ ഒരുമിക്കുന്നു, രണ്ടാമത്തെ തവണയും സാഗറിനോട് ഒരുമിക്കുന്നു. ഈ പറഞ്ഞ ശ്രീധരൊരു ക്യൂട്ട്നെസ് ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലും അതുപോലെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ളത്. അതിന് കുറച്ചുകൂടി വലിയ വേർഷൻ ഈ അടുത്ത സിനിമയിലെങ്ങാനും കാണാൻ ഈ സിനിമയിലെ ക്രൂ എല്ലാവരും പിന്നെ ഇവിടെ ലിയോണി ചേച്ചി കുട്ടികളായിരുന്നു. പക്ഷേ ഇന്ദ്രൻ സാറിനെ ഞാൻ സിനിമയിൽ തുടങ്ങിയ സമയത്ത് ഒരു പഴയ പോകുമ്പോൾ ഇന്ദ്രൻ സാറിന് മോളായിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വലിയ ഞങ്ങൾ കോമ്പിനേഷൻ സീൻസ് നല്ലൊരു സിനിമയുണ്ട്. പക്ഷേ സെറ്റിലുണ്ടായിരുന്നു. അതുപോലെ മുരളിച്ചേട്ടൻ്റെയൊക്കെ അഭിനയൊക്കെ അടുത്ത് കാണാൻ പറ്റി. എല്ലാവർക്കും അടിപൊളിയായിരുന്നു, വർക്ക് ചെയ്യാനൊക്കെ അടിപൊളിയായിരുന്നു. ഔട്ട് പറയേണ്ടത് നിങ്ങളാണ്. ഫിസിക്കലി കൂടി കുറച്ച് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ. കുറച്ചുകൂടി ഫിസിക്കലായിട്ട് കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്താനുള്ള അത് എത്ര നടത്തങ്ങൾ കാണിച്ചു കൊടുത്തു സാർ? ശരിക്കും അത് അങ്ങനെ സംഭവിച്ചായിരുന്നു. സാഗർ ശരിക്കും ഈ സബ്ജക്റ്റ് പറഞ്ഞ് തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ആക്ടേഴ്സിനെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. അത് നിങ്ങൾ കണ്ടല്ലോ, ഒരു ഇന്ദ്രൻസിൻ്റെയും വേറൊരു ഇന്ദ്രൻസ്, വേറൊരു മുരളി ഗോപി, അത് വേറൊരു ലേവാണ്. ഇനി നിർമ്മിച്ച ഒരു കുടുംബമായി വേറൊരു ജോണറിൽ ആസ്വദിക്കാൻ പറ്റും. അജിത് വിനായക ഫിലിംസ് ഗഗനാചാരി വന്നു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് കഴിഞ്ഞ അവരുടെ സിനിമകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ 2 സിനിമകൾ അടുത്തടുത്തുള്ള ഈ 2 സിനിമകൾ വരുന്ന 2 സിനിമകൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ സിനിമകൾക്ക് കൈ കൊടുക്കാൻ തയ്യാറാവുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുന്നത് ശരിക്കും മലയാള സിനിമയ്ക്ക് ഒരു ഭാഗ്യമാണ്, ഇൻഡസ്ട്രിക്ക് ഒരു ഭാഗ്യം. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭയങ്കരമായിട്ട് ആക്ടേഴ്സിനെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിച്ച ഒരു സിനിമയല്ലേ. ഒരു അതെന്തായാലും എനിക്ക് തോന്നുന്നു സിനിമ തിയേറ്ററിൽ വന്ന് ഇതിൻ്റെ ഈ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിൻ്റെ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതിനെയും പ്രേക്ഷകരെല്ലാവരും കണ്ട് അതുപോലുള്ളൊരു വിധി എഴുതിയാൽ വളരെ സന്തോഷം. ഇതൊരു നന്നായിട്ട് കാണാത്തൊരു തിയേറ്ററിലേക്ക് വന്ന് തന്നെ ഈ സിനിമ കാണുന്നത് അത്രയും വലിയ എഫേർട്ട് ഇതിൻ്റെ അകത്ത് റിസൾട്ട് കുടുംബമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന 2 കനകരാജ്യം തന്നെ